ഒരു സെക്കൻഡ് ഹാൻഡ് പഴയ വാഹനം എടുക്കുന്നത് നല്ലതാണെന്നും അത് എടുക്കുമ്പോൾ കിട്ടുന്നൊരു പണിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ലോ റണ്ണിങ് വെഹിക്കിൾസ്, ഓട്ടം കുറവുള്ള വാഹനങ്ങളിലാണ് പൊതുവെ പെട്രോൾ വാഹനം പെട്ടെന്ന് ഹീറ്റാകും, ഡീസൽ വാഹനം ഹീറ്റാകാൻ കുറച്ച് ടൈം എടുക്കും. പഴയ ഡീസൽ വാഹനം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പുതിയ ഡീസൽ വാഹനം പ്രശ്നമാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് വന്ന് ചോദിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് കോൾസും മെസ്സേജും വന്നൊരു കാര്യമാണ്. ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പഴയ ഒരു ഡീസൽ വണ്ടി എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ഒരു പഴയ ഡീസൽ എഞ്ചിനുള്ളൊരു വാഹനം പർച്ചേസ് ചെയ്തു, പുതിയതെടുക്കാൻ പ്ലാൻ ചെയ്തതാണ്, ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം കാണും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം കേൾക്കും, ഫുള്ള് കേൾക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ പുതിയ ഡീസൽ വാഹനം പ്രശ്നം ഉണ്ടാകുന്നതും പഴയ ഡീസൽ വാഹനം നല്ലതാണെന്ന് പറഞ്ഞതും ഈ പഴയ ഡീസൽ വാഹനത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയതൊരു തെറ്റാണ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, അന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടില്ലാത്ത ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഡീസൽ എഞ്ചിൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു നഷ്ടം ഉണ്ടാകാൻ പാടില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി എക്സ്പ്ലോർ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഞാനൊരു പുതിയ ഡീസൽ വാഹനം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പറയാം എന്തുകൊണ്ടാണ് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് പഴയ വാഹനം എടുക്കുന്നത് നല്ലതാണെന്നും അത് എടുക്കുമ്പോൾ കിട്ടുന്നൊരു പണിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ശരി, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, പുതിയ ഡീസൽ വാഹനത്തിന് എന്താണ് കുഴപ്പം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, BS6-ൻ്റെ പൊല്യൂഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് DPF അല്ലെങ്കിൽ DPF-നെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡീസൽ പാർട്ടിക്കുലേറ്റഡ് ഫിൽറ്റർ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിന് വാർണിംഗ് ലൈറ്റ്സ്, അതായത് എമിഷൻ്റെ വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താ, കുറച്ച് ദൂരം ഈ വാഹനം ഓടിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വാഹനം കുറേ ദൂരം നമ്മൾ ഓടിക്കും, എന്നാലും ഈ ലൈറ്റ് കെട്ടുപോകത്തില്ല. പിന്നെ കൊണ്ട് കാണിക്കുമ്പോൾ അവർ പറയും ഇതിൻ്റെ യൂണിറ്റ് റീപ്ലേസ് ചെയ്യണം, യൂണിറ്റിന് ഏകദേശം 70 തൊട്ട് 1 ലക്ഷം രൂപ വരെയൊക്കെ വിലയുണ്ടെന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലോ റണ്ണിങ് വെഹിക്കിൾസ്, ഓട്ടം കുറവുള്ള വാഹനങ്ങളിലാണ് പൊതുവെ, അതിന് മാത്രമൊന്നല്ല പൊതുവെ ഈ പറയുന്നൊരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഹീറ്റ് ആകുന്നില്ല. പ്രത്യേകിച്ച് ഡീസൽ വാഹനത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ, പെട്രോൾ വാഹനം ഹീറ്റ് ആകുന്നത് അത്രയും ഡീസൽ വാഹനം പെട്ടെന്ന് ഹീറ്റാകില്ലെന്നല്ല, പെട്ടെന്ന് ഹീറ്റാകില്ല. കാരണം പെട്രോൾ വാഹനം പെട്ടെന്ന് ഹീറ്റാകും, ഡീസൽ വാഹനം ഹീറ്റാകാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കുറച്ച് ടെക്നിക്കൽ സൈഡിലോട്ട് പോയി, ഇത് കംപ്രസ്ഡ് ഇഗ്നിഷനാണ് നമ്മുടെ ഡീസൽ വാഹനത്തിൽ നടക്കുന്നത്. അതായത് പെട്രോൾ വാഹനത്തിൽ ഒരു സ്പാർക്ക് കൊടുത്താണ് അതിൻ്റെ ഫ്യൂൽ ബേൺ ചെയ്യുന്നതെങ്കിൽ, ഡീസൽ വാഹനത്തിൽ ഡീസലിനെ എയറിനെയും കൂടെ കംപ്രസ് ചെയ്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്താണ് അവിടെ ബേണിങ് അഥവാ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന എയറിന് ഹീറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒരു പെട്രോളിനെ അപേക്ഷിച്ചാണ് ഞാൻ ഈ പറയുന്നത്, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഔട്ട്ലെറ്റ് അഥവാ എക്സോസ്റ്റ് എല്ലാം ഹീറ്റായി വരാൻ ഒരു നിശ്ചിത സമയമെടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ RPM കയറ്റി ഓടിക്കണം. ഈ ഓട്ടോ റീജനറേഷൻ പോലെ തന്നെ നമ്മുടെ DPF നടക്കുന്ന വാഹനങ്ങൾ പലർക്കും അറിയായിരിക്കും, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാഹനം തന്നെ കുറച്ച് RPM കയറുന്നതും ഇറങ്ങുന്നതും കുറച്ചേറെ കയറി നിൽക്കുന്നതൊക്കെ. അപ്പോൾ ചിലർ ഓർക്ക് ഇത് വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു കംപ്ലയിൻ്റ് അല്ല. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം അഥവാ RPM കയറി ഇറങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരു DPF-ൻ്റെ വർക്കിംഗ് നടക്കുന്നതാണ്. അവിടെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ വരാൻ വേണ്ടി 2000 RPM മേളിലോട്ട് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ RPM കയറുന്നതാണ്, അഥവാ നമ്മുടെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നതാണ്. ഓക്കെ, മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ പോയെന്നേ ഉള്ളൂ. ഇനി ലോ റണ്ണിങ് വെഹിക്കിൾസ് ആണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം കിട്ടുന്ന ഒരു ഡീസൽ വാഹനം നിങ്ങൾ എടുക്കുന്ന ഒരു സെക്കൻഡ് DPF ഉള്ള, അതായത് BS6 വാഹനമാണെങ്കിൽ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളിപ്പം ഒരു പുതിയ BS6 ഡീസൽ വാഹനം എടുക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ DPF ഇഷ്യൂ വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ലോ റണ്ണിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ലോ റണ്ണിങ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു കാരണവശാലും ഡീസൽ വാഹനം എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് ഡീസൽ വാഹനം എടുത്തേ പറ്റൂ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാം, പക്ഷേ അതും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനം പലരും ഡീസൽ വാഹനം സെയിൽ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന് അതിന് കംപ്ലയിൻറ്റ്സ് വന്നു തുടങ്ങുമ്പോഴാണ്. കാരണം നല്ലൊരു വാഹനം കയ്യിലിരിക്കുമ്പോൾ കഴിവതും ഒരു 90% പേരും കൊടുക്കാൻ സാധ്യതയില്ല. 10% പേരത് കൊടുക്കുന്നതിൻ്റെ കാര്യം ഒന്നെങ്കിൽ ആ വാഹനത്തിന് കംപ്ലയിൻറ്റ് കൂടുതലായിരിക്കും. കാരണം ഞാൻ ഇത്ര എടുത്ത് പറയുന്നൊരു കാര്യം, എനിക്ക് പലപ്പോഴും കംപ്ലയിൻറ്റ് മെസ്സേജസ് ആണ് കൂടുതൽ വരുന്നത്. എൻ്റെ വാഹനത്തിന് ഇന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്, എൻ്റെ വാഹനത്തിന് ഇന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്.
പലപ്പോഴും പലരും കംപ്ലൈൻറ്റ് പറയുന്ന ഡീസൽ വാഹനത്തിനെ കുറിച്ചായിരിക്കും കൂടുതലും. ഞാൻ അത് മാത്രമല്ല, ഡീസൽ വാഹനമായിരിക്കും കുറച്ച് കൂടുതൽ പറയുന്നത്. പലരും ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്നോട് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഏതായാലും വാഹനം കൊടുക്കാൻ പോവാം, കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കാം, ഇതിപ്പോൾ ആരുടെയും തലേ വെച്ചങ്ങ് കൊടുക്കാം. ഈ ഒരു വാക്ക് ഇതെനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു വാക്കാണ്, ആരുടെയെങ്കിലും തലേ വെച്ച് കൊടുക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡീസൽ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് വളരെ കൃത്യമായി ചെക്ക് ചെയ്ത് നോക്കി, സെക്കൻഡ് ഹാൻഡ് വാഹനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി ഇതൊക്കെ ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി നിങ്ങൾക്ക് ലോ റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന പോലെ ഡീസൽ വാഹനം എടുക്കണ്ട, പുതിയ വാഹനങ്ങൾ. കാരണം ഈ DPFൻ്റെ ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലാഭം നോക്കിയാണ് ഡീസൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും വരുന്നത്. എന്നാൽ ആഗ്രഹം കൊണ്ടും ഡീസൽ ഓടിക്കുന്നതിൽ താല്പര്യമുള്ള ആൾക്കാർ ലോ റണ്ണിങ് ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പൈസ മുടക്കാനൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു ഡീസൽ വാഹനം എടുക്കാം. ഇനി അതുപോലെ എടുക്കുകയാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഈ വാഹനം കുറച്ച് ദൂരം ഓടിയിരിക്കണം. അതായത് മിനിമം ഒരു ആഴ്ചയിൽ ഈ വാഹനം ഒരു 100 കിലോമീറ്ററെങ്കിലും ഡ്രൈവ് ഉള്ള വ്യക്തികൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. ഈ 100 കിലോമീറ്റർ എന്ന് പറയുന്നതിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്തിരിക്കുന്നതായിരിക്കണം. അല്ലാതെ ഡെയിലി ഒരു 5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യും, തിരിച്ചൊരു 5 കിലോമീറ്റർ, പിന്നെ അങ്ങോട്ടൊരു 5 കിലോമീറ്റർ മാത്രം ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഡീസൽ വാഹനം എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം അതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഇനി സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് തറവായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് പോകണം. ഇനിയിപ്പം പുറമേ ഇപ്പം നമ്മളൊരു ഇൻസ്പെക്ഷൻ്റെ ആളെയൊക്കെ കൊണ്ടുപോകാണെങ്കിലും ബോഡി ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും അത്യാവശ്യമാണ് എൻജിൻ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഡ്രൈവ് ചെയ്ത് നോക്കുക, സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്തുള്ള സൗണ്ട് വ്യത്യാസങ്ങൾ നോക്കുക, ബ്ലോ ബൈയുടെ വ്യത്യാസങ്ങൾ എത്രയുണ്ട്, അതായത് എത്രത്തോളം ബ്ലോ ബൈ ഗ്യാസ് പുറത്ത് വരുന്നുണ്ട്, കൂടുതൽ വരുന്നുണ്ടോ, എൻജിൻ ഓയിലിൻ്റെ തിക്നെസ് അഥവാ വിസ്കോസിറ്റി നമുക്ക് ഏകദേശം കയ്യിലോട്ട് വയ്ക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി അല്ലാതെ ഒരു സെക്കൻഡ് ഹാൻഡ് ഡീസൽ വാഹനം എടുക്കാൻ പോകരുത്. കാരണം ഡീസൽ എഞ്ചിന് പണി കിട്ടിക്കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ്റെ പണിയുടെ അത്ര നിൽക്കില്ല, നല്ല കോസ്റ്റ് കയ്യിൽ നിന്ന് വരും. അതിൽ കൂടുതൽ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ കൂടുതൽ പൈസ കയ്യിൽ നിന്ന് പോകും. വെറുതെ നമ്മൾ ചെറിയ പൈസയ്ക്ക് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് ഒരു വാഹനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ചാടി കയറി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ പാർട്സ് അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല. പ്രത്യേകിച്ച് പഴയ മോഡൽ, ഞാൻ വാഹനം ഏതാണെന്ന് പറയുന്നില്ല, പഴയ മോഡൽ വാഹനങ്ങളുടെ പാർട്സ് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് പാർട്സിൻ്റെ സെയിലൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ എടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഒരു വാഹനം നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ പാർട്സൊക്കെ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണോ നോക്കണം. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ പറയാം, മാരുതി 800ൻ്റെ വാഹനത്തിൻ്റെ പാർട്സുകൾ, പെട്രോൾ വാഹനമാണ്, എന്നാലും അതിൻ്റെ പാർട്സ് ഇപ്പോഴും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ മാരുതിയെ വെച്ച് പറയുന്നത്. അതാണ് റിലയബിൾ ആണെന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വേറെ ചില കമ്പനീസ് അറിയായിരിക്കും, നിർത്തിപ്പോയെന്ന് പറഞ്ഞാലും നമുക്കിപ്പോഴും പാർട്സുകൾ കിട്ടില്ല എന്നുള്ള കമ്പനികളുണ്ട്. 800 ഒക്കെ നിർത്തിയിട്ട് കാലം കുറച്ചായി. അതായത് ഞാൻ പറയുന്ന ആദ്യത്തെ മാരുതി 800, ഓൾട്ടോ 800 ഒന്നുമല്ല, മാരുതി 800. പക്ഷേ ഇപ്പോഴും അതിൻ്റെ പാർട്സ് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഏതായാലും ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഈ പറഞ്ഞതിൽ ഒരു വ്യക്തത കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. പക്ഷേ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മെസ്സേജ് ഇടാവുള്ളത്. ജസ്റ്റ് വന്നിട്ട് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കണം, എന്താ സോ ആൻഡ് സോ വേണ്ട. നിങ്ങൾ വീഡിയോസ് ഫുള്ള് കാണുക. എൻ്റെ പഴയ വീഡിയോസിലേക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.